12 വർഷം മുമ്പ് ദേശീയ രാഷ്ട്രീയത്തിൽ മുളച്ചു പൊന്തിയ ഒരു പ്രതിഭാസമായിരുന്നു ആം ആദ്മി പാർട്ടി എന്ന് പറയുന്നത്. ചില രാഷ്ട്രീയത്തിന് പുതിയ മൂല്യങ്ങൾ, പുതിയ മുഖങ്ങൾ നൽകുന്നു എന്ന രീതിയിലാണ് ഈ പ്രസ്ഥാനം ഉടലെടുക്കുന്നത്. ഡോക്ടർ മോഹൻ വർഗീസിലേക്ക് പോവുകയാണ്. ഈ മൂവ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു മൂവ്മെൻറ്റിൻ്റെ ഭാഗമായി ഈ പൊതുജന മധ്യത്തിലേക്ക് വരുന്ന ഒരു പ്രസ്ഥാനം, അത് രാഷ്ട്രീയ പാർട്ടിയിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു മൂല്യച്യുതി, ഒരു അപജയം, അങ്ങനെ വേണ്ട ഈ ഘട്ടത്തിൽ ആപ്പിൻ്റെ ഈ വലിയ തകർച്ചയെ നമ്മൾ നോക്കിക്കാണേണ്ടത്? നിലിമ, 21-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം മുതൽ, അത് 2000 ആണ്ട് മുതൽ തന്നെ ഉള്ള ഒരു പതിറ്റാണ്ട് അല്ലെങ്കിൽ ഒരു 10-15 വർഷം ലോകമാസകലം ഒരു സിവിൽ സൊസൈറ്റി മൂവ്മെൻറ്റ് പടർന്ന് പന്തലിക്കുന്ന കാഴ്ച കണ്ടു. നമ്മൾ വടക്കൻ ആഫ്രിക്കയിലും പശ്ചിമേഷ്യയിലുമൊക്കെ ഒരു അറബി വസന്തം കണ്ടു. ജാസ്മിൻ റവല്യൂഷൻ, മുല്ലപ്പൂ വിപ്ലവം, അതിലൂടെ ഭരണകൂടങ്ങൾ അട്ടിമറിക്കുന്നത് കണ്ടു. ഇതൊന്നും വെറും രാഷ്ട്രീയ പോരാട്ടങ്ങളായിരുന്നില്ല. അതിനെല്ലാം പിന്നിലൊരു സിവിൽ സൊസൈറ്റി, പൗര സമൂഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. അതൊന്നും തന്നെ രാഷ്ട്രീയ കക്ഷികളായിട്ട് മാറിയതുമില്ല. അതിൻ്റെ മറവിൽ ചിലരൊക്കെ പ്രയോജനമുണ്ടാക്കി, അത് മറ്റൊരു കാര്യം. ഭാരതത്തിൽ വന്ന ആ ഒരു ചേഞ്ചിനായുള്ള ഒരു മുറവിളി, കോൺഗ്രസിന് ദീർഘകാലമായ ഭരണം, മൻമോഹൻ സിംഗിൻ്റെ 1ാം UPA ഗവൺമെൻറ്, അതിന് ശേഷം 2ാം UPA ഗവൺമെൻറ് അവർ ഭൂരിപക്ഷം മെച്ചപ്പെടുത്തി വന്ന രണ്ടാം ഗവൺമെൻറ്, അത് പൂർണ്ണമായി അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു എന്ന ഒരു ധാരണയുണ്ടായി. കോമൺവെൽത്ത് അഴിമതി, അതുപോലെ ഈ ഒരുപാട് അഴിമതികൾ, പിന്നെ 2G സ്പെക്ട്രം എന്നു വേണ്ട ഒരുപാട് അഴിമതികൾ. അതിനെതിരെ രാജ്യവ്യാപകമായ പ്രതിഷേധമുണ്ടായെങ്കിലും മധ്യവർഗം തിങ്ങിപ്പാർക്കുന്ന, വലിയ തോതിൽ ചിന്തിക്കുന്ന വിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന അർബൻ മെട്രോപൊളിറ്റൻ സെൻറ്റേഴ്സ് ലൈക്ക് ഡൽഹി, അവിടെയാണ് പ്രതിഷേധത്തിൻ്റെ പ്രഭവ കേന്ദ്രം. കൃത്യമായി പറഞ്ഞാൽ രാംലീല മൈതാനത്തേക്ക് ഒരു ഗാന്ധിയനായ അണ്ണാ ഹസാരെ നയിക്കപ്പെടുകയായിരുന്നു. ആ ഒരു പോസിറ്റീവ് സമ്മർദ്ദം, അല്ലെങ്കിൽ ആ UPA ഗവൺമെൻറ്റിനെതിരെയുള്ള സമ്മർദ്ദത്തിൻ്റെ കുന്തമുനയായത് ഒരു രാഷ്ട്രീയ കക്ഷിയുമല്ല, അത് BJPയുമല്ല, ഇടതുപക്ഷങ്ങളുമല്ല, ഒന്നുമല്ല, മറിച്ച് വൺ മാൻ കോൾഡ് അണ്ണാ ഹസാരെ. അദ്ദേഹത്തിന് വലങ്കയായി വന്ന് പൗരസമൂഹം നൽകിയ ഒരു ഗുഡ്വിൽ, ആ ഗുഡ്വിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന ആഗ്രഹമായിരുന്നു ഹസാരയ്ക്ക്. പക്ഷേ കേജ്രിവാൾ എന്ന വ്യക്തിക്ക് മറ്റൊരു ചിന്തയാണ് ഉണ്ടായിരുന്നത്. ആ ഒരു അവസരം ഉപയോഗിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ കക്ഷിയെ നിർമ്മിച്ചെടുക്കുക, ആ രാഷ്ട്രീയ കക്ഷി അധികാരത്തിലേക്ക് വരിക. അങ്ങനെ ഒരു പ്രത്യയശാസ്ത്രം, അഴിമതി വിരുദ്ധത എന്നത് ഒരു പൂർണ്ണമായ പ്രത്യയശാസ്ത്രമല്ല, ഒരു സാമ്പത്തിക നയമോ ഒരു രാഷ്ട്രീയ കൺവിക്ഷനോ ഇല്ലാതെ ഒരു പ്രായോഗികത മാത്രം, വോട്ട് നേടാനുള്ള പ്രായോഗിക ചെപ്പടി വിദ്യകൾ മാത്രം മുൻനിർത്തി ക്ഷേമ പദ്ധതികൾ ആവിഷ്കരിച്ച് ഫ്രീബി പൊളിറ്റിക്സിൻ്റെ ഒരു പെരുമഴക്കാലം ഓഫർ ചെയ്ത് ഈ വാഗ്ദാനം ചെയ്ത് നിറവേറ്റിയിട്ടുമുണ്ട്. അത് ട്രാക്ക് റെക്കോർഡാണ്, തീർച്ചയായിട്ടും നല്ല കാര്യമാണ്. പക്ഷേ രാഷ്ട്രീയമില്ലാത്ത അരാഷ്ട്രീയവാദികളുടെ ഒരു രാഷ്ട്രീയ കക്ഷി എന്ന നിലയിൽ ഇറ്റ് വാസ് ആൻ അനാക്രോണിസം ഓഫ് ദ ടൈംസ്. പക്ഷേ 10 വർഷത്തിലധികം ആ പാർട്ടിയെ ജനം നെഞ്ചിലേറ്റി എന്ന് പറയുന്നത് അവർ വാഗ്ദാനം ചെയ്ത ഫ്രീബീസ് ലഭിച്ചു എന്നതാണ്. പക്ഷേ അതോടൊപ്പം തന്നെ ആ പാർട്ടിയുടെ അടിത്തറ മുതൽ മുകളിലോട്ട് ദൂഷിച്ചു എന്നതും നോക്കിക്കാണാതിരിക്കാനാവില്ല. അതുകൊണ്ടാണ് പാർട്ടിയുടെ ടോപ്പ് ലീഡർഷിപ്പ്, നയരൂപീകരണ സമിതി, അതാണല്ലോ ക്യാബിനറ്റ്, ആ ക്യാബിനറ്റിലെ തന്നെ രണ്ടാമനായ മനീഷ് സിസോദിയയും അതുപോലെ മറ്റ് ആളുകളും എല്ലാം തന്നെ ഈ നയരൂപീകരണത്തിലൂടെ പരമാവധി ആ ഒരു സിസ്റ്റത്തെ വരുതിയിലാക്കി ധനാഗമ മാർഗമായി അതിനെ കണ്ടു, അധികാരത്തെ ദുഷിപ്പിച്ചു. അതുകൊണ്ട് പവർ കറപ്റ്റ്സ് ആൻഡ് ആബ്സല്യൂട്ട് പവർ കറപ്റ്റ്സ് ആബ്സല്യൂട്ട്ലി എന്ന് പറയുന്ന ആ ഒരു പഴഞ്ചൊല്ല് ശരിവെക്കുന്ന രീതിയിൽ പാർട്ടി വിത്ത് എ ഡിഫറൻസ് എന്നത് മാറി പാർട്ടി വിത്ത് എൻ ഇമ്മൻസ് പോസിബിലിറ്റി എന്ന നിലയിലേക്ക് അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും മാറി എന്നത് ബുദ്ധിയുള്ള ഡൽഹിയിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു. അങ്ങനെയാണ് പരമ്പരാഗത രാഷ്ട്രീയ സംവിധാനത്തിലേക്കുള്ള ഡൽഹിയുടെ മടങ്ങിപ്പോക്ക്. ഇത് ദേശീയ രാഷ്ട്രീയത്തിലും ദൂരവ്യാപകമായ ഫലങ്ങൾ ഉണ്ടാക്കുമെന്നത് നിസ്സംശയം പറയാം. കാരണം ഡൽഹി ഇന്ന് ചിന്തിക്കുന്നത് നാളെ രാജ്യം മുഴുവൻ ചിന്തിക്കും. ഇപ്പോൾ രാജ്യവ്യാപകമായി വന്ന മാറ്റം ഡൽഹിയിലും ആഞ്ഞടിച്ചു എന്ന് പറയുന്നതിനേക്കാൾ പാർട്ടി വിത്ത് ഡിഫറൻസിന് ഒരു പരിധിയിൽ കൂടുതൽ മുന്നോട്ട് പോകാനായില്ല. കാലുമാറ്റങ്ങൾ, ആയാറാം ഗായാറാം, അത് ഞങ്ങളുടെ ശൈലിയല്ല, ഞങ്ങൾ ഉറച്ചു നിൽക്കും. എവിടെ 8 ML സീറ്റ് നിഷേധിച്ചത് കൊണ്ട് 8 MLAമാർ മറുകണ്ഠം ചാടി എന്ന് പറയുമ്പോൾ എന്ത് പാർട്ടിയാണ്? അപ്പോൾ ഇവിടെ അവശേഷിക്കുന്ന എത്ര പേര് ആ പാർട്ടിയിൽ തുടരുമെന്ന് കണ്ടറിയേണ്ടതുണ്ട്.
ഇതൊരു പാർട്ടി വിത്ത് ഡിഫറൻസ് എന്ന് പറയുമ്പോൾ അത് ഒന്ന് അഴിമതിക്കെതിരെയുള്ള പോരാട്ടം, അത് വാക്കുകളിൽ ഒതുങ്ങി എന്നും ആ പാർട്ടി തന്നെ അഴിമതിയുടെ കരുതലിലായി. നോക്കൂ, ജനം തെരഞ്ഞെടുത്ത് പരാജയപ്പെടുത്തിയ ആരെയാണ്? അരവിന്ദ് കെജ്രിവാൾ. 4000 ചില്ലുവാൻ വോട്ടിനാണ് അരവിന്ദ് കെജ്രിവാൾ എന്ന ബിംബം അവിടെ ന്യൂഡൽഹി മണ്ഡലത്തിൽ ഉടഞ്ഞു വീണത്. അതുപോലെ മനീഷ് സിസോദിയ, കേവലം 380 വോട്ടിനാണ് മനീഷ് സിസോദിയ പരാജയപ്പെടുന്നതെങ്കിലും അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് 6000-ലധികം വോട്ട് ലഭിച്ചു എന്നതും നോക്കിക്കാണേണ്ടതുണ്ട്. അതുകൊണ്ട് അഴിമതിയുടെ കറപുരണ്ട ആളുകളെ പരാജയപ്പെടുത്തുകയും അതിശയമർണേന താരതമ്യേന കുറച്ചുകൂടി സുതാര്യമായ വ്യക്തിത്വമാണ്, കുറച്ചുകൂടി പ്രതിച്ഛായുള്ള വ്യക്തിത്വമാണ്. നേരിട്ട് അഴിമതിക്കറ പുരണ്ടിട്ടില്ലാത്ത മുഖ്യമന്ത്രിയെ സാമാന്യം നല്ല ഭൂരിപക്ഷത്തിന് ആദ്യം പിന്നിൽ നിന്നുവെങ്കിലും അതിഷി മർലേന ജയിച്ചു വന്നു. അതുകൊണ്ട് വളരെ ടാക്ടിക്കലായിട്ട് തന്നെയാണ് ഡൽഹിയിലെ ജനം വോട്ട് ചെയ്തത്. അതുമാത്രമല്ല, ചിലവ് പറയും ഈ ചേരി നിവാസികളെല്ലാം തന്നെ അല്ലെങ്കിൽ മധ്യവർഗത്തിൽപ്പെടുന്നവരെല്ലാം തന്നെ ആം ആദ്മി പാർട്ടിക്ക് വോട്ട് ചെയ്യും. അങ്ങനെ സംഭവിച്ചില്ല. തീർച്ചയായും ഈ പിന്നാക്ക പ്രദേശങ്ങളും ചേരികളും ഉള്ള പ്രദേശത്തെ വോട്ട് കൃത്യമായി വീതിച്ചു പോയി. BJPയും ആപ്പും ആ കോൺസ്റ്റിറ്റ്യുവൻസി തിരിച്ച് ഞാൻ നോക്കുകയായിരുന്നു, ഒന്ന് പെട്ടെന്ന് റാഗി പറക്കുകയായിരുന്നു. അവിടെ കണ്ട ചിത്രം എന്ന് പറയുന്നത് ന്യൂനപക്ഷ മേഖലയിൽ തീർച്ചയായും ആം ആദ്മി പാർട്ടിക്ക് ചെറിയൊരു ഒരു മേൽക്കൈയുണ്ട്. BJP പൂർണ്ണമായും പരാജയപ്പെട്ടിട്ടില്ല, ചെറിയ മേൽക്കൈയുണ്ട്. പക്ഷേ അവിടെ വലിയ കടന്നുകയറ്റം BJPക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ കടന്നുകയറ്റം നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അവിടെ ആം ആദ്മി പാർട്ടിക്ക് തന്നെയാണ്. അതുകൊണ്ട് ന്യൂനപക്ഷങ്ങളുടെ കൺസോളിഡേഷൻ ഉണ്ടായില്ലെങ്കിലും കുറേയൊക്കെ ടാക്ടിക്കൽ വോട്ടിങ്ങിലൂടെ ആം ആദ്മി ആ ഒരു പിൻബലം നേടും. അത് പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണ്. കോൺഗ്രസിന് വേണ്ട ഒരു മേൽക്കൈ അവിടെ ലഭിച്ചതുമില്ല എന്ന് ഓർക്കണം. എന്നാൽ ചേരികളിൽ രണ്ടായിട്ട് വീതിച്ചു പോയി. അപ്പോൾ ശരിയായ ഒരു ആം ആദ്മി എന്ന് പറയുന്നത് ശരാശരിയിൽ താഴെ നിൽക്കുന്ന ആളുകളാണ്. അവരുടെ വോട്ടുകൾ വീതിച്ചു പോയി. എന്നാൽ മധ്യവർഗം കട്ടയ്ക്ക് BJPയോടൊപ്പം നിൽക്കുന്നു. അത് കേവലം ബഡ്ജറ്റിൻ്റെ ഒരു ഗുണഫലം മാത്രമായി കാണാനാവില്ല. ഇനി ജാതി തിരിച്ചുള്ള കണക്കുകളിൽ ജാട്ട് മേഖലയിൽ BJPക്കാണ് മുൻതൂക്കം. അതുപോലെ ഗുജ്ജാർ വിഭാഗത്തിന് വലിയ സ്വാധീനമുള്ള മേഖലയിൽ BJPക്ക് നല്ല മുന്നാക്കം ലഭിച്ചു. അങ്ങനെ വിവിധങ്ങളായ മേഖല, പഞ്ചാബി മേഖലയിൽ അത് വലിയ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. പഞ്ചാബി സിഖ് വോട്ടർമാർ ഏറെയുള്ള പഞ്ചാബിനോട് ചേർന്ന് കിടക്കുന്ന മേഖലകളിൽ നിർണായക മേൽക്കൈ BJPക്ക് ലഭിച്ചു എന്ന് പറയുമ്പോൾ, അതുപോലെ ഉപരിവർഗങ്ങളുള്ള, അത് മാത്രമല്ല സർക്കാർ ജീവനക്കാർ ഉപരിവർഗങ്ങളൊക്കെ ഒരുപാടുള്ള മേഖലയിൽ BJPക്ക് വൻ വിജയം. അതുകൊണ്ട് BJPക്ക് അക്രോസ് ദ ഫ്രോണ്ടിയർ കാര്യമായ പ്രഭാവം ചെലുത്താൻ കഴിഞ്ഞു എന്നതും കേജ്രിവാളിനുണ്ട് എന്ന് പറയുന്ന അക്രോസ് ദ ഫ്രോണ്ടിയർ ഇഫക്റ്റ് ഉണ്ടായില്ല എന്ന് പറയുന്നതും കൃത്യമായ അനാലിസിസ് നമുക്ക് വ്യക്തമാകുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ആപ്പ് എന്ന മാജിക്കിന് ഒരു പതിറ്റാണ്ടിനപ്പുറം ആയുസില്ലാതെ പോയി എന്നത് തീർച്ചയാണ്. ഡൽഹിയിൽ കാലിടറിയാൽ ഒരു കാര്യം കൂടെ, ഡൽഹിയിൽ കാലിടറിയാൽ ആ തട്ടകം അവസാനിച്ചാൽ പിന്നെ എങ്ങനെയാണ് രാജ്യത്ത് ആകമാനം ആപ്പിന് പടർന്നു കയറാനാവുക? കോൺഗ്രസ് പാർട്ടി സന്തോഷിക്കുന്നുണ്ടാവും, അത് നെഗറ്റീവാണെങ്കിൽ പോലും സന്തോഷിക്കുന്നുണ്ടാവും. തങ്ങളുടെ വോട്ട് ബേസ് പിടിച്ചുകൊണ്ടുപോയ ആപ്പിൽ നിന്നും ഇനി BJP വിരുദ്ധ വോട്ടുകൾ ഒരു പക്ഷേ കോൺഗ്രസിലേക്കും മറ്റ് ഘടകകക്ഷികളിലേക്കും ഇന്ത്യ മുന്നണിയിലെ കക്ഷികളിലേക്കും വരുമെന്നൊരു മോഹം ഒരുപക്ഷെ കോൺഗ്രസ് നേഴ്സ് ചെയ്യുന്നുണ്ടാവും എന്നത് മാത്രമാണ് കോൺഗ്രസിന് ഒരു സീറ്റും കിട്ടിയില്ലെങ്കിൽ പോലും കോൺഗ്രസിന് ആഗ്രഹിക്കാവുന്ന ഒരു കാര്യം അത് മാത്രമാവും. ഇനി പഞ്ചാബിലൊക്കെ എങ്ങനെയാണ് ഈ ഡൽഹിയിലെ ഫലം, അവിടെ അതിൻ്റെ ഒരു പ്രതിഫലനം എന്താകുമെന്നൊക്കെ കണ്ടറിയേണ്ടിയിരിക്കുന്നു.